Hey guys, what's up? And welcome to GTA 5. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തന്നെ നോർമൽ എന്തൊക്കെ ചെയ്തു. പക്ഷേ ഇത്തവണ നമ്മൾ GTA 5-ലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞാനിവിടെ ഷിൻജാൻ്റെ കൂടെ നിൽക്കുകയാണ്. ഷിൻജാനെ, നീ എന്താണ് ഇത്രയും ചെറുത്? ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഇട്ടില്ലായിരുന്നു ആ വീഡിയോ. കാരണം ഞാനൊരു പോലീസ് ബുഗാട്ടി അടിച്ചു മാറ്റിയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഭയങ്കര ടോപ്പ് സീക്രട്ടാണ്. ഞാൻ അതിലെ ഫ്രണ്ടിലത്തെ ഗരാജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗരാജിൻ്റെ ഡോറ് അടച്ചിട്ടിട്ടാണോ തുറന്നിട്ടിട്ടാണോ പോകുന്നതെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ അത് നോക്കണമെന്ന്. തുറന്നിട്ടിട്ടാണ് പോകുന്നത്. എടാ ചിഞ്ചാനെ, ഞാൻ ആ വണ്ടി വിൽക്കാനായിട്ടാണ് ആലോചിക്കുന്നത്. നീ എന്താണ് പറയുന്നത്? അത് വിൽക്കണോ വേണ്ടയോ? എടാ ഫ്രാങ്ക്ലിനെ, അത് വിൽക്കൊന്നും വേണ്ടടാ. അത് ഭയങ്കര വേറെ വണ്ടിയാ. ആ എന്നാൽ ശരിയടാ. എടാ ഞാനിവിടെ കഥ അടച്ചൊന്ന് നോക്കട്ടെ. അടച്ചില്ലെങ്കിൽ പണി. ഇതെന്നതോ? ഇതെന്നാ ഇവിടെ പോലീസുകാരൊക്കെ? ആ ഷിൻജാനെ നീ കാണുന്നുണ്ടോടാ? ഇവിടെ പോലീസ്. എന്തു പറ്റി സാറേ? എന്നാ പ്രശ്നം? എടാ ഫ്രാങ്ക്ലിനെ, നീ ഞങ്ങളെ പഠിക്കാൻ നോക്കണടാ. ഞങ്ങൾ മൊത്തം സ്വാറ്റ് ടീം ഇവിടെ ഉണ്ട്. ഈ കാർ നീ മോഷ്ടിക്കാൻ നോക്കിയല്ലേടാ. നിന്നെ ഈ കുറച്ചു കാലം ജയിലിടണം. അതാണ് ഏറ്റവും നല്ലത്. നീ കുറേ കാര്യങ്ങൾ മോഷ്ടിക്കുന്നുണ്ട്. സോറി സാറേ, ഇനി ഒന്നും മോഷ്ടിക്കത്തില്ല. എന്നെ ഒന്ന് വെറുതെ വിടുകയോ? അങ്ങനെ വെറുതെ വിടാനായിട്ടൊന്നും പറ്റില്ല. നീയേ ഞങ്ങൾക്ക് ഗവൺമെൻറ് തന്ന വണ്ടിയാണ് മോഷ്ടിച്ചത്. പോടാ, വെറുതെ വിടാനായിട്ട്. പോയി ജീവിപ്പിക്കാറടാ. എന്നാൽ ഒരു മിനിറ്റ് സാറേ, ഒന്ന് വെയിറ്റ് ചെയ്യുമോ? ഞാനേ ചോപ്പിന് ഭക്ഷണം കൊടുത്തിട്ട് വരാം. അപ്പോഴേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഷിൻജാനെ മാത്രം വെറുതെ വിടണം. ഇവൻ നിഷ്കളങ്കനാണ്. ഇവൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എടാ ഷിൻജാനെ, ഓടി വാടാ. അയ്യോ, ഇതെവിടാ? ഇവിടെ പോലീസുകാരുണ്ടോ? എടാ ഷിൻജാനെ, നീ കണ്ടോടാ. എടാ ചോപ്പേ, എടാ നീ ഇവൻ എങ്ങനെയാണ് കയറ്റിയത്? എടാ എടാ ഷിൻജാൻ്റെ ഇവിടെ മൊത്തം പോലീസാണല്ലോ. പക്ഷേ ഇനിയിപ്പോൾ എസ്കേപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്? പക്ഷേ എൻ്റെ പ്ലാൻ എസ്കേപ്പ് ചെയ്യാനായിട്ടായിരുന്നു ഇവരില്ലാത്തപ്പോൾ. ഇനി അത് വർക്കാവത്തില്ലല്ലോ. ഇനിയിപ്പോൾ ജയിലിൽ പോകുന്നത് തന്നെയാണോ വഴി? പക്ഷേ ഷിൻജാനെ, നിനക്കും വല്ല പ്ലാനുണ്ടോടാ എന്തെങ്കിലും ചെയ്യാനായിട്ട്? പക്ഷേ എന്നാ പണിയല്ലേ. അത് മോഷ്ടിക്കണ്ടായിരുന്നു. നീ എന്നോട് വരാനായിട്ട് ചോദിച്ചായിരുന്നല്ലേ. നീ വരാഞ്ഞത് നന്നായി. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്നാണിയാടാ? നീ എന്തിനാണ് ഇപ്പോൾ തുണി എടുക്കാനായിട്ട് വന്നത്? എടാ ജയിലിൽ പോകുമ്പോഴേ നല്ല തുണി നിൽക്കുന്നോളും. എടാ ഇപ്പോൾ വേഗം വാ, നമുക്ക് സറണ്ടർ ആവാം. അയ്യേട്ടാ, നമുക്ക് സറണ്ടർ ആവുന്നോ? എടാ നമ്മൾ സറണ്ടർ ആവുന്നില്ല, ഞാൻ സറണ്ടർ ആവും. നീ അവിടെ എന്തെവിടെയും പോയി ചോപ്പിനെ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ. നിൻ്റെ ബ്രദർ പിഞ്ചാനെയും കൂടെ നോക്കിക്കോണം. എടാ 3 വർഷം കഴിഞ്ഞിട്ട് കാണാം. സി യു. എടാ വൺ മോർ തിങ്, ഐ ലവ് യു. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എസ്കേപ്പ് ആവാൻ നോക്കാം കേട്ടോ. ഓക്കെ സാറേ, ഞാൻ റെഡി. ഒരു മിനിറ്റ്. എടാ ഷിൻജാനെ, അത് മാറിയടാ. ഞാനൊന്ന് ഉടുപ്പ് മാറട്ടെ. എടാ ഉടുപ്പ് മാറണോ? വേണ്ട മാറണ്ട. പക്ഷേ എനിക്കിടയിൽ ഒരു ഗണ്ണ് പോലും ഇല്ല. അല്ലെങ്കിൽ എല്ലാത്തിനെയും കൊണ്ടു കൊള്ളായിരുന്നു. ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഗണ്ണില്ല. എടാ ചോപ്പേ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അയ്യോ, ആദ്യമായിട്ട് ഫ്രാങ്ക്ലിൻ ജയിലിൽ പോകുന്നു. ഓക്കെ സാറേ, ഞാൻ റെഡിയാണ്, പോകാനായിട്ട് റെഡിയാണ്. ആ അങ്ങനെ വഴിക്കുവാ. ഈ പോകുന്ന വഴിക്കുണ്ടല്ലോ, ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ടുപോവാം. ഈ ബുഗാട്ടി ഇല്ലേ, നല്ല വണ്ടി. ആ വണ്ടി ഞങ്ങൾ കൊണ്ടുപോവാം കേട്ടോ. ആ നീ പോയി വണ്ടിയിൽ കയറിക്കോ. ഞങ്ങളുടെ വണ്ടിയിൽ കയറിക്കോ, ബുഗാട്ടിയിലല്ല. ഞങ്ങളുടെ ഏറ്റവും ചീപ്പസ്റ്റ് വണ്ടി പോയി കയറിക്കോ. അങ്ങോട്ട് കയറടാ. അയക്കേട്ടാ, ഫ്രണ്ടിലാ, പുറകെ പോയിക്കേടാ. എൻ്റെ സാറേ, ഒന്ന് ഇച്ചിരി വേഗം പോയിക്കോ. എടാ എനിക്ക് അറിയടാ എങ്ങനെ ഓടിക്കേണ്ടതെന്ന്. നീ എന്നെ പഠിപ്പിക്കാൻ വേണ്ട കേട്ടോ. ഓക്കെ സാറേ, അതൊരു ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുമോ? എനിക്ക് ഈ 1000-ലൊക്കെ പോയ ശീലം. ഏറ്റവും നല്ല വണ്ടിയൊക്കെ ഓടിച്ചല്ലേ ശീലം. അതുകൊണ്ടാണ് ഈ 42 എന്നൊരു ഇച്ചിരി ഒന്ന് കൂട്ടിയാൽ പോകാനായിട്ട് പറ്റുമോ? ഇത്രയൊക്കെ മതി. ഒരു 70, 74 അതൊക്കെ അത്ര പോയാൽ മതി. ഇച്ചിരി ഫാസ്റ്റാക്കാനെങ്കിൽ നല്ല ഈ സ്പീഡിൽ പോയാൽ മതി. അപ്പോൾ ഇച്ചിരി കൂടെ വേഗം എത്തും.
എൻ്റെ കറുത്ത ഈ പോലീസ് സ്റ്റേഷൻ തന്നെ ഇത്രയും ദൂരം വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഗായ്സ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള അടുത്ത വീഡിയോ എടുക്കുന്നതായിരിക്കും. ബൈ.